ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റയാനിസം 2.0. അപ്പോൾ ഇന്ന് ഞാനൊരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിമിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ വൺ പീസ് ബൗണ്ടി റഷ് എന്നാണ്. ഞാൻ നേരത്തെ ചെയ്ത ഡ്രാഗൺ ബോൾ ലെജൻസിൻ്റെ ഗെയിം തന്നെ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ബണ്ടായി നാംകോ. അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ ലീഗ് ബാറ്റിൽസ് കളിക്കാൻ പോവാണ്. അതാണ് ഈ ഗെയിമിൻ്റെ മെയിൻ ബാറ്റിൽസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ റോബ് ലൂച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ സ്ട്രെങ്ത് ഷോക്കേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ ജയിക്കുന്നവരെ ഇന്ന് കളിക്കാൻ പോവാണ്. എത്ര നേരം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ലെറ്റ്സ് ട്രൈ ഇറ്റ്. അപ്പം ഇത്തിരി ലോഡാവാൻ സമയം എടുക്കുക. അപ്പം ഇതാണ് എൻ്റെ അക്കൗണ്ട്. ക്യാരക്ടേഴ്സിലോട്ട് പോയി എൻ്റെ പാർട്ടിയിലോട്ട് ഞാൻ റോബ് ലൂച്ചിനെ കയറ്റുവാണ്. അതുമല്ല, പാർട്ടിയുടെ ബെസ്റ്റ് പവറിന് വേണ്ടി ഞാൻ ആണെങ്കിൽ സപ്പോർട്ട് അപ്ഗ്രേഡ് ചെയ്യുവാണ്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്ന സ്കില്ല് റോഹിത് സ്ട്രൈക്കാണ്, എഗ് ഹെഡ് സാഞ്ചിയുടെ. എഗ് ഹെഡ് സാഞ്ചിയും എഗ് ഹെഡ് ലൂഫിയും എഗ് ഹെഡ് സോറോ എല്ലാം ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടും മിഷൻസിൽ കൂടെ. ഇതാണ് എൻ്റെ അലയൻസ്. ഇത് വേൾഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു അലയൻസാണ്. ജസ്റ്റ് ചിയർ എല്ലാം ക്ലെയിം ചെയ്യണം. പിന്നെ ജസ്റ്റ് ബുള്ളറ്റിൻ ബോർഡ് ചെക്ക് ചെയ്യുന്നു. അതെല്ലാ ദിവസവും ചുമ്മാ ചെയ്യുന്നതാണ്, പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. അതാണ് ജസ്റ്റ് ചാറ്റ് ചെയ്യുന്ന സ്ഥലം. പിന്നെ നമ്മൾ ബാറ്റിൽ ചെയ്യാൻ പോകണം. ഇതാണ് ലീഗ് ബാറ്റിൽ. അപ്പം നമ്മളാണെങ്കിൽ ചാൻസ് കാർഡ് വെച്ച് നോക്കാൻ പോവാണ്. എനിക്ക് നല്ല ചാൻസ് കാർഡൊന്നും ഇല്ല, ആ ഫ്രാഗ്മെൻറ്റിൻ്റെ ഉള്ളു. എനിക്ക് ലെജൻഡറി ക്യാരക്ടറിൻ്റെ ഫ്രാഗ്മെൻറ്റ് വേണമെന്നുണ്ട്. അത് കിട്ടാൻ ഇത്തിരി റെയറാണ്. അപ്പം നമ്മൾ മാച്ച് ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ 3 or 4 GB വേണം. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുമ്പോൾ അതാണെങ്കിൽ ഇത്തിരി MB ഉള്ളൂ. പക്ഷേ എടുത്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 4 GB to 3 GB വരും. അത്യാവശ്യം എമൗണ്ട് ഓഫ് ഡൗൺലോഡിങ് ഉണ്ട്, കുറേ നേരം എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പ്. എൻ്റെ ടീം സൺസ് എന്ന് പറഞ്ഞാണ്. ഇതിനകത്ത് 2 ടീംസാണുള്ളത്, ഒന്ന് സൺസും ഒന്ന് ഓഷ്യൻസും. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ പവറാണ് കൂടുതൽ. പക്ഷെ പറയാൻ പറ്റത്തില്ല, കാരണം വേറെ ഓപ്പോസിറ്റ് ടീമിന് നല്ല ആൾക്കാരാണ്. അത് കാരണം തോക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് റോബ് ലൂച്ചി. ഇതൊരു റണ്ണർ ആയതുകൊണ്ട് ഞാൻ ട്രഷേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ പോവാണ്. സ്കിൽ 1 ഉപയോഗിച്ച് നമുക്ക് ഒരു സ്ഥലത്തോട്ട് മാറാൻ പറ്റും ഫാസ്റ്റായിട്ട്. ഓ നോ, ആ കിസാറോയ്ക്ക് ഭയങ്കര പവറാണ്. അത് കാരണം ഞാൻ ചത്തു. റോബ് ലൂച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹെൽത്താണ് റോബ് ലൂച്ചിയുടെ മെയിൻ പ്രോബ്ലം. ഇത് എഗ് ഹെഡ് സോറോ ആണ്. എഗ് ഹെഡ് സോറോ എൻ്റെ അറിവിലൊരു മിഡ് ക്യാരക്ടർ പോലെയാണ്. നല്ല റണ്ണറാണ്, പക്ഷേ അറ്റാക്കും ഉണ്ട്. ഹെൽത്തിനൊരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. വീണ്ടും ഈ കിസാറു ഇത്തിരി പാടാണ്. ഞാൻ എപ്പോഴും തുടങ്ങുമ്പോൾ തന്നെ ഈ സ്കിൽ 1 ഉപയോഗിക്കും. ഞാൻ ഗാപ്പിനെ 1v1 ചെയ്യാൻ നോക്കുക, പക്ഷെ അത് സംഭവിക്കത്തില്ല. കാരണം ഗാപ്പ് സ്കിൽ 1ന് 1000 പവർ ഉണ്ട്. ഇത് അറ്റാക്കർ ഫോമാണ്, അവൈക്കണ്ട്. ഇതിനകത്ത് കൂടുതലും അറ്റാക്കിംഗ് സ്കിൽസ് കിട്ടുന്ന, പിന്നെ അത്യാവശ്യം ഹെൽത്തും ഉണ്ട്. അതുമല്ല, റോബ് ലൂച്ചിയുടെ സെക്കൻഡ് സ്കില്ലിന് റണ്ണർ സെക്കൻഡ് സ്കില്ലിന് ചെറിയ ഇത്തിരി HP റിക്കവറി കിട്ടും. അപ്പം ഇത് പുതിയ ക്യാരക്ടറുമായിട്ടാണ് ഞാൻ ബാറ്റിൽ ചെയ്യുന്നത്, ഗ്രീൻ ബുൾ എന്ന് പറഞ്ഞിട്ട്. അതൊരു മെറീൻ അഡ്മിറലാണ്.
ഓ ലാസ്റ്റ് മിനിറ്റ് സേവ് പറ്റുവാണെങ്കിൽ സോറോയ്ക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഗാർപ്പ് വന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. ഓ ക്യാപ് സ്പീഡ് കൂട്ടണേ. ക്യാപ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ സ്പീഡാണ്. ഓ നോ. അപ്പം ഗൈസ് ആദ്യത്തെ കളി നമ്മൾ തോറ്റുപോയിരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ തവണ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അവർക്ക് നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. EX എന്ന് പറഞ്ഞ എക്സ്ട്രീം ലെജൻഡറി ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുമല്ല ഈ കറൻറ്റ് മെറ്റയിൽ അവർ ഭയങ്കര പവർഫുള്ളാണ്. കിസാറും അല്ല, അതാണ് മഞ്ഞയും ബ്ലാക്കും കോട്ടിട്ട് ആള്. ഒന്നും കൂടെ എനിക്ക് കളിച്ചു നോക്കണം. ഞാൻ ജസ്റ്റ് ഒരു ചാൻസ് കാർഡ് വെച്ച് നോക്കാൻ പോവാണ്. ബൗണ്ടി കോയിൻസിൻ്റെ ആണ്. ഇതിനകത്ത് കറൻസി കിട്ടാൻ ഭയങ്കര പാടാണ്. അതാണ് എനിക്ക് ആ ഡയമണ്ട് സെക്ഷനിൽ റെയിൻബോ ഡയമണ്ട്സിൻ്റെ അവിടെ എനിക്ക് 1 ഉള്ളൂ. കാരണം എൻ്റെ സേവിങ് സ്കിൽസ് അത്രയും നല്ലതല്ല. ഞാൻ പെട്ടെന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്കൊരു പുതിയ ടൈറ്റിൽ കിട്ടാൻ സമയമായി. എനിക്ക് ഇനിയും കളിക്കണം അതിന് വേണ്ടി. ക്ലോഡ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ടൈറ്റിലാണ്. എനിക്കിനി 17 ടൈംസും കൂടെ റോബ്ലൂച്ച് വെച്ച് ഒരാളിനെ സ്ക്ലോ ചെയ്യണം. അപ്പം അവർക്കാണെങ്കിൽ ഒരു പോയിസൺ പോലെ ഒരു എഫക്റ്റ് കിട്ടും. അവരുടെ HP ഡൗൺ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത്രയും പ്രോ ഒന്നുമല്ല. സെക്കൻഡ് ടൈം ലക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. സെയിം സ്റ്റേജ് തന്നെയാണ് സൺസ്. നമുക്ക് കിങ് ഓഫ് ദ പൈററ്റ്സ് ഉണ്ട്. അത് കാരണം പേടിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അറിഞ്ഞുകൂടാ. അപ്പം ഓക്കെ, നമുക്ക് 100,000 ആണ് പവർ ലെവല്. ഒയ്യോ, നമ്മളിത് ജയിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. ഓ ആ വൈറ്റ് ബിയർഡ് ലെവൽ 100 ആണെന്ന് തോന്നുന്നു. ഞാൻ ആ വൈറ്റ് ബിയർഡിനെ അവോയ്ഡ് ചെയ്തിട്ട് ട്രഷേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ നോക്കുക മാക്സിമം. ഈ ടെലിപോർട്ട് സ്കിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കുവാണ്. ഓക്കെ ഭാഗ്യമുണ്ട്. ഗോൾഡ് റോജർ അങ്ങോട്ട് പോയി. ഇതിന് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, പക്ഷെ അത്രയും നല്ല സ്പീഡല്ല. എങ്ങനെയാ ട്രാൻസ്ഫോം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഫിസ്റ്റ് ബട്ടൺ ഞെക്കി പിടിച്ചാൽ മതി. ഓ എഗ് ഹെഡ് സോറോ. എനിക്ക് എന്താ റോബ്ലൂച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് റണ്ണറാണ്, ഒന്ന് അറ്റാക്കറാണ്. അറ്റാക്കറാണെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്പീഡ് കിട്ടും ക്യാപ്ചറിനകത്ത്. അതുമല്ല റേഞ്ച് അറ്റാക്കറാണ്. ഇത് കാരണം ഒരു സ്ഥലത്തു നിന്ന് ലോങ് ഡിസ്റ്റൻസ് അറ്റാക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓ യെസ്, നമ്മൾ എഗ് ഹെഡ് സോറോനെ കൊന്നു. ഇനി ഇത് ക്യാപ്ചർ ചെയ്യണം. യെസ് ഗൈസ്, നമ്മളപ്പം നമ്മുടെ ടീമിൽ 2 ക്യാപ്ചേഴ്സേ ഉള്ളൂ. ഇത് കണ്ടോടെ ഇങ്ങനെ നമുക്ക് സ്പീഡിൽ മാപ്പ് മൊത്തം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിപ്പോഴും 2 ഉള്ളൂ. ഓ ഈ എഗ് ഹെഡ് ലൂഫി അടിപൊളിയാണ്. കാരണം ഒരു ട്രഷർ ക്യാപ്ചർ ചെയ്താൽ അവനാണെങ്കിൽ വേറെ ഒരു ട്രഷറിലോട്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുമല്ല ടെലിപ്പോർട്ട് ചെയ്യുന്ന ട്രഷറിൻ്റെ അവിടെ ഒന്നും ഇല്ലയെന്ന്. ഓ നമുക്ക് 2 KOs കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു തന്നത് എനിമീസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തോട്ട് എഗ് ഹെഡ് ലൂഫിക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എഗ് ഹെഡ് ലൂഫിയുടെ വീഡിയോ വേറെ ഒരു വീഡിയോയിൽ ചെയ്യാം. ജസ്റ്റ് കറങ്ങി നടക്കുവാണ്. സോറോനെ സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അയ്യോ, എൻ്റെ ഡിഫൻസ് അത്രയും നല്ലതല്ല കേട്ടോ.
ഓ ആ കളർ ചേഞ്ചിങ് ഉണ്ട് സോറോടെ, അതാണ് ക്ലോഡ് എന്ന് പറയുന്നത്. ഊഫ്, നമ്മളിപ്പോൾ ഡെഡ് ആവും. ഊഫ്, എന്താ അത് വർക്കാവാത്ത? എനിക്ക് മനസ്സിലായില്ല എന്താ വർക്കാവാത്തതെന്ന്. ഓ നമുക്ക് നമ്മൾ 3 ആൾക്കാരനെ കൊന്നു. ഓ 30 സെക്കൻഡ്സ് കൂടെ ഉണ്ട്. നമുക്കാണ് ലീഡ്, സൺസ് ടീമിനാണ് ലീഡ്. പറയാൻ പറ്റത്തില്ല. ഓ നോ, ഓ പിന്നെ ഒട്ടും പറയാൻ പറ്റാത്ത ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ഇത് വരും. ഓ നോ 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 നോ, അയ്യോ. ഓ ജസ്റ്റ് ഇൻ ടൈം. യെസ്, അപ്പം നമ്മൾ ഒരു ലീഗ് ബാറ്റിൽ ഫിനിഷ് ചെയ്തു. വീഡിയോയുടെ മെയിൻ ഗോള്. അപ്പം ഇതാണ് റോബ്ലൂച്ചയുടെ സ്ട്രെങ്സ്. നല്ല സ്പീഡുണ്ട്, നല്ല അറ്റാക്കിംഗ് ഇത് പവറുണ്ട്. ഓ എനിക്ക് കാർഡ്സ് കിട്ടി, ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത്. അപ്പം ഇതുപോലെ നമ്മൾ 8 ട്രഷേഴ്സ് ക്യാപ്ചർ ചെയ്തു. അപ്പം നമുക്ക് അച്ചീവ്മെൻറ്റ്സ് കിട്ടും. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പം വീണ്ടും ഹോം സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ലോക്ക്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇതെല്ലാം എടുക്കണമെന്നാണ് എൻ്റെ ഡ്രീം. പക്ഷെ അതൊക്കെ ചെയ്യാൻ കാശ് വേണം. ഇത് ഫ്രീ ടു പ്ലേ അക്കൗണ്ടാണ്. ഇതാണ് പുതിയതായിട്ട് വന്ന 2 ക്യാരക്ടേഴ്സ്. ആദ്യത്തെ ക്യാരക്ടർ ഇഷോ എന്ന് പറഞ്ഞ ഒരാളാണ്, പക്ഷെ എല്ലാവരും വിളിക്കുന്നത് ഫുജിറ്റോറ എന്നാണ്. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. മെറീൻ ആണെങ്കിലും എല്ലാവർക്കും ഇനി ഇഷ്ടമുള്ളൊരു മെറീനാണ്, ഫുജിറ്റോറയും ഗാപ്പും ഒക്കെ. പിന്നെ ഇതാണ് ഗ്രീൻ ബുള്ള്. എനിക്ക് ഇവനെ പറ്റി അത്ര അറിഞ്ഞുകൂടാ, പക്ഷെ ഭയങ്കര പവറാണെന്നാണ് പറയുന്നത്. EX കിസാറുവിന് വരെ ഇവൻ നേരത്തെ കൗണ്ടർ ചെയ്യുമെന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല അച്ചീവ്മെൻറ്റ്സ്. അപ്പം ഇതിനകത്ത് സ്ക്വയർ ബട്ടൺ ഞെക്കിയ ഇങ്ങനെ വരും. അപ്പം ഞാൻ ഇത്ര അച്ചീവ്മെൻറ്റ്സ് ചെയ്ത് 2 അച്ചീവ്മെൻറ്റ്സും കൂടെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 ഹൈപ്പർ ബൂസ്റ്റ് പാനൽസ്. അതെല്ലാം ഞാൻ വേറെ ഒരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു ബിഗിനേഴ്സ് ഗൈഡ് തന്നെ ഞാൻ തരാം. ഇപ്പം ലെവൽ 100 ആക്കാൻ കുറേ നാളെടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് അത്രയും കാശ് വേണം, എന്നിട്ട് ഓൺലൈനായിട്ട് മേടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദിസ് ഈസ് റയാനിസം സൈനിങ് ഓഫ്.